ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സ്ക്രിപ്പ് ഡിവിഡൻഡ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്, ക്യാഷ് ഡിവിഡൻഡ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഡിവിഡൻഡ് അതിൽ ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് കോമ്പോസിറ്റ് ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ട്, രണ്ടിൻ്റെയും മിക്സ് ആണ് കോമ്പോസിറ്റ് ലിവറേജ്. അപ്പോൾ എന്താണ് കോമ്പോസിറ്റ് ലിവറേജ് എന്നുള്ളത് ചിലപ്പോൾ ഈ വർഷം ചോദിക്കുക. ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ്. അപ്പോൾ ആ ലിവറേജ് എന്നുള്ള ചാപ്റ്ററിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കോമ്പോസിറ്റ് ലിവറേജ് അതിൻ്റെ ഫോർമുലയൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ളത് തന്നെയാണ്. ആ സബ്ജക്റ്റിൻ്റെ ഒരു മീനിങ്ങോ ഡെഫിനിഷനോ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് ക്യാപിറ്റൽ റേഷനിങ്. ദെൻ വാട്ട് യു മീൻ ബൈ സ്റ്റോക്ക് സ്പ്ലിറ്റ്. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണ്, നമ്മൾ പല സബ്ജക്റ്റുകളായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റോക്കിനെ, ഷെയറിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ നമ്പർ ഓഫ് ഷെയറാക്കി, ചെറിയ എമൗണ്ടിൻ്റെ ഷെയറാക്കി മാറ്റുന്നതിനാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എക്സാമിൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത്, എക്സാമിൻ്റെ ആൻസർ ഷീറ്റിൽ എങ്ങനെയാണ് എഴുതുന്നത് എന്നതിനനുസരിച്ചിട്ടാവും മാർക്ക് ഉണ്ടാവുക. മനസ്സിലാക്കി വെച്ചിട്ട് അത് നിങ്ങൾ ഒന്ന് പഠിച്ചു പോവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് പോവുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് എക്സാം പേപ്പറിൽ അത് എഴുതാൻ പറ്റുള്ളൂ. ദ നെക്സ്റ്റ്, വാട്ട് ഈസ് റൈറ്റ് ഇഷ്യൂ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനെയാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ IRR, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇനി NPV എന്താണെന്ന് ചോദിക്കാം, ARR എന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ആ NPV IRRൻ്റെ ചാപ്റ്ററിൽ നിന്ന് അതേപോലെ ബൈബാക്ക് എന്താണെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷം IRR ആണ് ചോദിച്ചെങ്കിൽ ഈ വർഷം NPVയോ അല്ലെങ്കിൽ ARRോ ബൈബാക്കോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ പഠിച്ചു പോവുക. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ലോക്ക് ബോക്സ് സിസ്റ്റം. എന്താണ് ലോക്ക് ബോക്സ് സിസ്റ്റം. ദെൻ വാട്ട് ഈസ് ABC അനാലിസിസ്. വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഡിഫൈൻ വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ വാട്ട് ഈസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, EOQ, അതിൻ്റെ പ്രോബ്ലം ചോദിക്കും. ദെൻ എക്സ്പ്ലെയിൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ FIFO മെത്തേഡ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. വാട്ട് ഈസ് റീ ഓർഡറിങ് ലെവൽ. വാട്ട് ഈസ് EPS, ഏർണിംഗ് പെർ ഷെയർ. അപ്പോൾ ഈ 15 ക്വസ്റ്റ്യനാണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ടുള്ളതാണ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്. തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് പോയിൻ്റ് എഴുതുക, ബാക്കി നിങ്ങളുടെ ഓൺ വേർഡ്സിൽ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡിഫറെൻറ്റ് സോഴ്സ് ഏതൊക്കെയാണ്. ദെൻ നെക്സ്റ്റ്, എനുമറേറ്റ് ദ അസംഷൻ ഓഫ് MM ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഈ MM തിയറി ഉണ്ട്, ഡിവിഡൻറ്റ് പോളിസിയിൽ പെട്ടുള്ളൊരു തിയറിയാണ് മോഡിഗ്ലാനി മില്ലർ തിയറി എന്നുള്ളത്. ഇറലവൻസ് തിയറി ഓഫ് ഡിവിഡൻറ്റിൽ പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ അസംഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും പല എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് MM തിയറിയുടെ അസംഷന്. ദ നെക്സ്റ്റ്, വാട്ട് ആർ ദ കൺസിഡറേഷൻ ഇൻ ഫോമിങ് ക്രെഡിറ്റ് പോളിസി ഓഫ് എ ഫേം. അപ്പോൾ ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് പോളിസി അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ക്രെഡിറ്റ് പോളിസി ഫോം ചെയ്യുമ്പോൾ എന്തെല്ലാം ഇത് കൺസിഡർ ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റ് പോളിസി നമ്മൾ മാക്സിമം ക്രെഡിറ്റ് പോളിസി പീരീഡ് കുറയ്ക്കുന്നതാണോ കൂട്ടുന്നതാണോ നല്ലത് എന്നുള്ളതൊക്കെ ഫാക്ടർ നിങ്ങൾ ആ പോയിൻ്റ് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതാം. ദെൻ വാട്ട് ആർ ദ മോട്ടീവ്സ് ഓഫ് ഹോൾഡിംഗ് ക്യാഷ്. അപ്പോൾ നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിലും പെട്ടതാണ് ഈ ഹോൾഡിംഗ് ക്യാഷ് എന്നുള്ളത്. അപ്പോൾ ഈ നമ്മൾ കയ്യിൽ ക്യാഷ് ഹോൾഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മോട്ടീവ് എന്താണ് എന്നുള്ളത്. വാട്ട് ആർ ദ മോട്ടീവ്സ് ഓഫ് ഹോൾഡിംഗ് ക്യാഷ്. നെക്സ്റ്റ്, ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷൻ. ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്യാൻ അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രോബ്ലത്തിലേക്ക് ചോദിച്ചിട്ടുള്ളത് EOQ കാൽക്കുലേറ്റ് ചെയ്യാണ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് 2CO/I എന്നുള്ളത്. പല ഫോർമുലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില പഠിക്കുന്ന ഫോർമുല പഠിക്കുമ്പോൾ ആ CO എന്നുള്ളതിന് ആ വേർഡിൽ ചിലപ്പോൾ ആ ടേമിൽ ചിലപ്പോൾ ലെറ്റർ ഉണ്ടാവുമല്ലോ, അതിൽ ചിലപ്പോൾ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏത് ഫോർമുലയാണോ പഠിച്ചത് അത് ആ √2 എന്നുള്ള ആ ഫോർമുല, അപ്പോൾ അത് വെച്ചിട്ട് അത് മനസ്സിലാക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇവിടെ ഈ കമ്പനി പ്രൊവൈഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് EOQ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ആവറേജ് കളക്ഷൻ പീരീഡ്. അപ്പോൾ ഇത് റേഷ്യോയിൽ വരുന്നതാണ്. ആവറേജ് കളക്ഷൻ പീരീഡ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ടോട്ടൽ സെയിൽസ്, ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ, ഡെപ്റ്റേഴ്സ്, അതേപോലെ ബിൽസ് റിസീവബിൾ, ക്രെഡിറ്റേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ആവറേജ് കളക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഫോർമുല അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ഇനി സെക്ഷൻ സി എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ടുള്ളതാണ് എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ഡിവിഡൻഡ് ഡിസിഷൻ ഓഫ് എ ഫേം. അപ്പോൾ ഇങ്ങനത്തെ ഈ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിവിഡൻഡ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡിവിഡൻഡ് ഡിസിഷൻ, ഒരു ഫേമിൻ്റെ ഡിവിഡൻഡ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, റേറ്റ് ഓഫ് റിട്ടേണും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. നെക്സ്റ്റ്, ഡിസ്കസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതിനെ പറ്റി എഴുതുക. അതേപോലെ എനുമറേറ്റ് ദ ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്തൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിറ്റർമിനൻസ്. ദെൻ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് പ്രിപ്പയർ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം ദി റെക്കോർഡ് ഓഫ് 2 കമ്പനീസ് A and B. അതിൽ നിന്ന് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇത് കുറച്ച് ഒരു പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ വേരിയബിൾ എക്സ്പെൻസ് തന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്, പിന്നെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, ഇൻകം ടാക്സ് റേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളുടെ ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്? പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അതേപോലെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. എ കമ്പനി ഹാസ് ദ ഫോളോയിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിംഗ് 40,000. ദ ഫോളോയിങ് നെറ്റ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ആൻഡ് ബിഫോർ ഡിപ്രിസിയേഷന്. അപ്പോൾ അത് ഒരു 10 വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്, നെറ്റ് ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ട്. അതേപോലെ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് 10%, 50%. എന്ന് വെച്ചാൽ അതിൻ്റെ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ ഡിസ്കൗണ്ടിങ് ഫാക്ടർ 10%, 15% തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ യൂസിങ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ദ ഫോളോയിങ്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പേ ബാക്ക് പീരീഡ്, NPV, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വെച്ചിട്ട്, പിന്നെ അതേപോലെ IRR, ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ, ദ ഹെൽപ്പ് ഓഫ് 10% ആൻഡ് 15% ഡിസ്കൗണ്ട് ഫാക്ടർ. അപ്പോൾ ഇത് അത്യാവശ്യം ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ്. NPVയും പേ ബാക്ക് പീരീഡും IRR ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി എസ് തിയറി ക്വസ്റ്റ്യൻസ് സിമ്പിളാണ്, പ്രോബ്ലം കുറച്ച് ടഫാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ ജസ്റ്റ് ഫെമിലിയറൈസ് ചെയ്യാൻ, പരിചയപ്പെടുത്തി തന്നതെന്ന് മാത്രം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയാണ്, ഇനി ഈ വർഷം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നാളെയാണ് എക്സാം. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക, എല്ലാ ഏരിയയും കവർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.